നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കയിലേക്ക് എത്തിയത് ഏവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം മെസ്സി ഇത്ര വേഗത്തിൽ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയും ഒരുപാട് കാലം യൂറോപ്പിൽ മികച്ച രൂപത്തിൽ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ലയണൽ മെസ്സിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ ബുദ്ധിമുട്ടുകൾ കൂടാതെ അതല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഒന്നും കൂടാതെ കളിക്കാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ലയണൽ മെസ്സി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയത്. മെസ്സിയുടെ വരവ് മയാമി താരങ്ങൾക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഇന്റർ മയാമി താരമായ സ്റ്റെഫാനെല്ലി ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെസ്സിയെ ട്രെയിനിങ്ങിൽ കണ്ടപ്പോൾ കൊതിയോടെ തന്റെ വായിൽ വെള്ളമൂറി എന്നാണ് സ്റ്റെഫാനെല്ലി പറഞ്ഞിട്ടുള്ളത്. ഫോക്സ് സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയാമി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ലയണൽ മെസ്സിയെ ട്രെയിനിങ്ങിൽ കണ്ടപ്പോൾ എൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു. മാത്രമല്ല, ട്രെയിനിങ്ങിനിടെ അദ്ദേഹം പിറകിലുള്ള ഒരു താരത്തിന് ഒരു പാസ് നൽകിയിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എങ്ങനെയാണ് ലയണൽ മെസ്സി ആ ഒരു പാസ് നൽകാനുള്ള ഓപ്ഷൻ കണ്ടത്? പിന്നീട് അതിന്റെ മറുപടി എനിക്ക് തന്നെ കിട്ടി. അതുകൊണ്ടാണ് മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായി കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്റ്റെഫാനെല്ലി ഇപ്പോൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ലയണൽ മെസ്സി ഇപ്പോൾ പുതിയ സീസണിന് വേണ്ടി മയാമിയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തിലാണ് MLS ആരംഭിക്കുക. എന്നാൽ അതിനു മുൻപ് ക്ലബിനോടൊപ്പം 7 സൗഹൃദ മത്സരങ്ങൾ മെസ്സിക്ക് കളിക്കേണ്ടതുണ്ട്. ജനുവരി 19-ാം തീയതിയാണ് ലയണൽ മെസ്സിയും സംഘവും ആദ്യ സൗഹൃദ മത്സരം കളിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.